നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരാണ് നമ്മളിപ്പം ചേരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള BJPയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? A ക്ലാസ് മണ്ഡലങ്ങൾ നിരവധിയുള്ള ജില്ലയാണ്. അതിൽ നെയ്യാറ്റിൻകരയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ആക്ച്വലി കേരളത്തിലെ എല്ലാ ജില്ലയും A ക്ലാസ് ആണ്. അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. അത് നമ്മളായിട്ട് ചിലതൊക്കെ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറഞ്ഞാണെങ്കിൽ ഇപ്രാവശ്യം അതെല്ലാം നമ്മൾ കൂടുതൽ മാറുമെന്നുള്ളതാണ്. കാരണം ജനങ്ങൾ മാറി തുടങ്ങിയെന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം ഫ്ലോ എങ്ങനെ വരുന്നു. കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആൾക്കാർ വിട്ട് വരികയാണ്. കാരണം സഹിക്കാൻ പറ്റാതെ മാറി വരികയാണ്. അപ്പോൾ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. നല്ല രാഷ്ട്രീയം, നാട്ടിന്റെ വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണെങ്കിൽ അവരെല്ലാം ഈ BJPയോട് ചേരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ നഗരസഭയിലെ വിജയം ഈ മണ്ഡലത്തിൽ തുടരുമെന്നാണ്? തീർച്ചയായും നഗരസഭയുടെ വികസനം നമ്മളെ മാറ്റം എന്ന് പറയുന്നത് ജനങ്ങൾ ഇപ്പൊ ആഘോഷിക്കുന്ന മാതിരിയാണ്. അവർക്ക് എന്തോ ലോട്ടറി അടിച്ചത് മാതിരിയാണ് ഓരോരോ ദിവസവും കിട്ടുന്നത്. അതിനുള്ള ഒരു 6 മാസം, ഒരു വർഷം കഴിയുമ്പം നഗരസഭ എവിടെ നിന്ന് എവിടെ മാറും എന്നുള്ളത് ജനങ്ങൾ അറിയുമ്പം അത് അയ്യോ നമ്മൾ ഈ കേരളത്തിൽ നമ്മൾ മറ്റേ BJP അല്ലല്ലോ കൊണ്ടുവന്നതെന്നൊരു ചിലയിടത്തും തോക്കുകയാണെങ്കിൽ അവരെല്ലാം നിരാശരാകും. ഡീൽ ആരോപണങ്ങൾ നിരവധിയായി വരുന്നുണ്ട്. ഇപ്പോൾ CPM BJP തമ്മിൽ ഡീലുണ്ട് അടക്കമുള്ള വിവാദങ്ങൾ ഇപ്പോൾ കൊഴുത്തു നിൽക്കുന്ന സമയമാണ്. അതിൽ പ്രതികരണം എന്താ? അതിൽ ഡീൽ എന്ന് പറയുന്നത് നമ്മളെ ആദരണീയനായ നമ്മളെ പാർട്ടി സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലേ, ഇതൊക്കെ അവർക്ക് പറയാൻ വേറെ ഒന്നും ഇല്ലായിരുന്നോണ്ട് ഡീൽ എന്നതിന് പറയും. വികസനമായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. BJP പറയുന്നത് വികസനത്തിന്റെ കാര്യമാണ്. അപ്പൊ എന്താണ് വികസനം എന്നുള്ളത് ജനങ്ങൾ പറഞ്ഞിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. ഇവര് ഇത് ഡീലാണ്, അതാണ്, ജാതിയാണ്, മതമാണ്, ഇതൊക്കെ പറയുന്നത് അത് തെറ്റാണ്. നമ്മളെ സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ അതിന് ക്ലിയർ ആയിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദരണീയനായ ഒരു വ്യക്തി, എത്രയൊക്കെ ഹൈ ലെവലിലായിരുന്നിട്ട് എല്ലാം വിട്ടിട്ട് ഡേ ആൻഡ് നൈറ്റ് ഇവിടെ വന്ന് ഇത്രയും പ്രവർത്തിക്കുന്നത് മാറ്റത്തിന് വേണ്ടിയാണ്. അത് അദ്ദേഹത്തിന് സക്സസ് ആയിട്ട് മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം വരുന്നതും ചെയ്തത്. അതുകൊണ്ട് മാറ്റമാണ് നമ്മളിപ്പം കാണുന്നതൊക്കെ. നെയ്യാറ്റിൻകരയിൽ താമര വിരിയും തീർച്ചയായും. നെയ്യാറ്റിൻകര മാത്രമല്ല, കേരളത്തിൽ മൊത്തമായിട്ട് വിരിയണം. അതിൽ നെയ്യാറ്റിൻകരയും കാണും. അത്തരത്തിലാണ് നെയ്യാറ്റിൻകരയിലെ A ക്ലാസ് മണ്ഡലം പോലെ തന്നെ പ്രധാനപ്പെട്ട നെയ്യാറ്റിൻകരയിൽ BJPയുടെ താമര വിരിയുമെന്ന പ്രതീക്ഷയുമായി ചെങ്കൽ രാജശേഖരൻ നമ്മളൊപ്പം ചേർന്നത്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.